നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1010th day. Today 18th sloka of Pradhama Skandam 13th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1010 ദിവസം. പ്രഥമ സ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 18ാമത്തെ ശ്ലോകം. ഓം തത്സത് വിദുരസ്തദഭിപ്രേത്യ ധൃതരാഷ്ട്രമഭാഷത രാജനിർഗമ്യതാം ശീഘ്രം പശ്യേദം ഭയമാഗതം. ഓം തത്സത് വിദുരസ്തദഭിപ്രേത്യ ധൃതരാഷ്ട്രമഭാഷത രാജനിർഗമ്യതാം ശീഘ്രം പശ്യേദം ഭയമാഗതം. ഓം തത്സത്. പദം പിരിക്കേണ്ടത് വിദുര തത്ത് അഭിപ്രേത്യ ധൃതരാഷ്ട്ര അഭാഷത രാജൻ നിർഗമ്യതാം ശീഘ്രം പശ്യേദം ഭയം ആഗതം. അതായത് പശ്യേ ഇതം ഭയം ആഗതം. പശ്യ എന്ന് കാണുക. അതായത് വിദുരർ അതിനെ അതിനെ അതായത് തത്ത് എന്ന് പറഞ്ഞാൽ ആ കാലത്തെ കണ്ടിട്ട്, അതായത് കാലം വളരെ വേഗം പോകുന്നത് കണ്ടിട്ട്, അഭിപ്രേത്യ അറിഞ്ഞിട്ട്, ധൃതരാഷ്ട്രോട് അഭാഷത പറഞ്ഞു. രാജൻ ഹേ രാജാവേ, ശീഘ്രം വേഗത്തിൽ, നിർഗമ്യതാം നിർഗമിച്ചാലും, ആഗതം സമീപത്ത് വന്നിരിക്കുന്ന, ഇതം ഭയം ഈ ഭയത്തെ, പശ്യ കണ്ടാലും. അതായത് അല്ലയോ രാജാവേ, ഈ ഭയത്തെ കാലത്തെ സൂക്ഷിച്ചറിഞ്ഞിരിക്കുന്ന ആ വിദുരർ പറഞ്ഞു, ജ്യേഷ്ഠനായ ധൃതരാഷ്ട്രോട് പ്രകാരം പറഞ്ഞു, അല്ലയോ രാജാവേ, അങ്ങ് ഒട്ടും താമസിക്കാതെ ഉടനെ പുറപ്പെടുക. ഇതാ ഭയം അടുത്തെത്തിക്കഴിഞ്ഞു, സൂക്ഷിച്ചു നോക്കുക. ഭയം എന്ന് പറയുന്നത് കാലം കഴിയുന്തോറും നാം മൃത്യുവോടടുക്കുന്നു. മൃത്യു അടുത്തു കഴിഞ്ഞാൽ അവർ സന്യാസം സ്വീകരിച്ച് കാട്ടിൽ പോയി മൃത്യുവെ സ്വീകരിക്കുകയാണ് രാജാക്കന്മാർ പതിവ്. അതുകൊണ്ട് തന്നെ നോക്കൂ, മൃത്യുഭയം അടുത്തു കഴിഞ്ഞു, എത്രയും വേഗം പുറപ്പെടുക, കാട്ടിലേക്ക് സന്യാസത്തിനായി പുറപ്പെടുക എന്ന് തൻ്റെ സഹോദരനായ ധൃതരാഷ്ട്രോട് വിദുരർ പറയുകയാണ്. വിദുരർ വീണ്ടും കുറേ വാക്കുകൾ പറഞ്ഞ് ധൃതരാഷ്ട്രയെ പ്രേരിപ്പിച്ച് കാട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ് സന്ദർഭം. ശ്രീമദ് മഹാഭാരതത്തിൽ ഈ ഭാഗമൊക്കെ വളരെ അധികം വിസ്തരിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ഇവിടെ വിദുരർ ആ കാലം അതിക്രമിച്ച് പോകുന്നത് കണ്ട് മനസ്സിലാക്കി ഇനിയും താമസിക്കാൻ പാടില്ല, ഉടനെ കാട്ടിലേക്ക് പുറപ്പെടണം എന്ന് കരുതിയിട്ട് തൻ്റെ സഹോദരനായ ധൃതരാഷ്ട്രോട് പറയുകയാണ്, അല്ലയോ ജ്യേഷ്ഠ, എത്രയും വേഗം പുറപ്പെടുക, കാലം അതിക്രമിച്ച് ഭയം അടുത്തുകൊണ്ടിരിക്കുന്നു, മൃത്യുഭയം അടുത്തുകൊണ്ടിരിക്കുന്നു, സൂക്ഷിച്ചു നോക്കിയാൽ, ശ്രദ്ധയോടുകൂടി നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചു നോക്കൂ, എത്രയും വേഗം പുറപ്പെടൂ എന്ന് പറയുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. വിദുരസ്തദഭിപ്രേത്യ ധൃതരാഷ്ട്രമഭാഷത രാജനിർഗമ്യതാം ശീഘ്രം പശ്യേദം ഭയമാഗതം. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.